സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമിലെ കുട്ടിക്ക് എന്നാണ്. അത് മത ഏകീകരണത്തിന്റെ ചിഹ്നം വിളിയാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. മതവർഗീയതയുടെ തന്ത്രമാണ് പേരാമ്പ്രയുടെ തെരഞ്ഞെടുപ്പ് ഗോധയിൽ അവർ പയറ്റുന്നത്. സമത്വബോധമുള്ള മനുഷ്യർ മുസ്ലിം ലീഗിന്റെ മതരാഷ്ട്രീയ ധ്രുവീകരണത്തെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ മനുഷ്യർ ജാതിക്കും മതത്തിനും അപ്പുറത്താണ്. മതസാഹോദര്യത്തെ ഊട്ടി വളർത്തേണ്ടവരാണ്. LDF മതരാഷ്ട്രീയത്തിന്റെ പക്ഷത്തല്ല, മനുഷ്യപക്ഷത്താണ്. പേരാമ്പ്രയുടെ മണ്ണ് മനുഷ്യപക്ഷത്താണ് എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിന് രേഖപ്പെടുത്തുക. ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോർക്കളത്തിൽ ഏത് മണ്ഡലമെടുത്താലും ഏത് UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വേദി നോക്കിയാലും അവിടെയൊക്കെ ഒരു ഇടിമുഴക്കം പോലെ ഒരാളുണ്ട്. അത് ഷാഫി പറമ്പിലാണ്. വെറുമൊരു നേതാവല്ല, ഈ തെരഞ്ഞെടുപ്പിനെ അക്ഷരാർത്ഥത്തിൽ കൊഴുപ്പിക്കുന്ന ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്ന ഒരു യഥാർത്ഥ കിങ് മേക്കറായി ഷാഫി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. വടകരയിൽ നമ്മൾ കണ്ട ആ പോരാട്ട വീര്യം ഇന്ന് കേരളത്തിലുടനീളം അലയടിക്കുമ്പോൾ ഷാഫിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വികാര നിർഭരമായ ഒരു മണ്ണുണ്ട്. അത് പേരാമ്പ്രയാണ്. ഷാഫി പറമ്പിലിന്റെ മൂക്ക് അടിച്ചു തകർത്ത് ചോര വീഴ്ത്തിയ ആ പേരാമ്പ്രയുടെ മണ്ണിൽ നിന്നാണ് CPMന്റെ പുതിയ വർഗീയ നാടകങ്ങൾ പുറത്തു വരുന്നത്. അന്ന് ഷാഫിയെ കായികമായി നേരിട്ടവർ ഇന്ന് UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയെ നേരിടുന്നത് അതിനേക്കാൾ ക്രൂരമായ വർഗീയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് എന്നതാണ്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ കാഫിർ സ്ക്രീൻഷോട്ടിൽ ഒതുക്കാൻ നോക്കിയ അതേ CPM ബുദ്ധി കേന്ദ്രങ്ങൾ തന്നെയാണ് ഇന്ന് പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയക്കെതിരെ പച്ചയായ വർഗീയത മൈക്ക് കെട്ടി വിളിച്ചുകൂവി നടക്കുന്നത്. ആവളമടത്തിൽ മുക്കിലെ LDF പ്രചാരണ വാഹനത്തിൽ നിന്ന് ഉയർന്ന ആ ഓഡിയോ ആണ് നമ്മൾ ആദ്യം കേട്ടത്. എന്താണ് പറയുന്നത്? മുസ്ലിം ലീഗ് സ്വന്തം കൗമിലെ കുട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു എന്നാണ് ഇവരുടെ പ്രചാരണം. കൗം എന്നാൽ സമുദായം എന്നാണ് എന്നും സമുദായത്തെ മുന്നിൽ നിർത്തിയാണ് ലീഗ് വോട്ട് പിടിക്കുന്നത് എന്നും മൈക്കിലൂടെ വിളിച്ചു പറയുമ്പോൾ CPM ലക്ഷ്യമിടുന്നത് കൃത്യമായ വർഗീയ ധ്രുവീകരണമാണ്. വടകരയിൽ ഷാഫിയെ കാഫിറാക്കിയവർ പേരാമ്പ്രയിൽ ഫാത്തിമയെ കൗമിലെ കുട്ടിയാക്കി മാറ്റുകയാണ്. പേര് മാറ്റുന്നു എന്നല്ലാതെ CPMന്റെ ആ കുടിലമായ വർഗീയ അജണ്ടയ്ക്ക് ഒരു മാറ്റവുമില്ല. ഷാഫി പറമ്പിലിന്റെ ചോര വീണ ഈ മണ്ണിൽ നിന്ന് ഫാത്തിമ തഹ്ലിയെ തോൽപ്പിക്കാൻ ഇത്തരമൊരു തരംതാണ തന്ത്രം CPM പുറത്തെടുക്കുമ്പോൾ അത് ആ പാർട്ടിയുടെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വെളിവാക്കുന്നത്. വികസനത്തെക്കുറിച്ചോ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഇവർ വർഗീയതയുടെ ചളിക്കുണ്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്. മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം രാഷ്ട്രീയ ബോധമില്ലാത്തവരായി ചിത്രീകരിക്കാനും അവർ മതം നോക്കി മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് വരുത്തി തീർക്കാനും CPM നടത്തുന്ന ഈ ശ്രമം എന്തിനു വേണ്ടിയുള്ളതാണ് എന്നാണ് ചോദ്യം. സ്വന്തം സഖാക്കൾ തന്നെ ഇത്തരം പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അത് തങ്ങളുടേതല്ലെന്ന് പറയാൻ പോലും ആകാതെ CPM നേതൃത്വം ഇപ്പോൾ വിയർക്കുകയാണ്. കേസ് കൊടുക്കാൻ പോലും തയ്യാറാകാതെ ഒഴിഞ്ഞുമാറുന്ന ഏരിയ സെക്രട്ടറിമാരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഈ വർഗീയ നാടകത്തിന്റെ തിരക്കഥ എവിടെയാണ് എഴുതിയത് എന്ന് വ്യക്തമാകും. CPMന്റെ ഈ കുരുട്ടുബുദ്ധിക്ക് ഇനി അധികം ആയുസില്ല. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടും പേരാമ്പ്രയിലെ വർഗീയ അനൗൺസ്മെന്റും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇതിനെതിരെ പോരാടാൻ ഷാഫി പറമ്പിലിന്റെ ആവേശവും ഫാത്തിമ തഹ്ലിയയുടെ നിശ്ചയദാർഢ്യവും മാത്രം മതിയാവും.